ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കുഞ്ഞൊരു വെഡിങ് ആനിവേഴ്സറി വ്ളോഗാണേ. അപ്പം നല്ലൊരു ദിവസമായിട്ട് നമുക്ക് അമ്പലത്തിൽ നിന്ന് തുടങ്ങാം. മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ കണ്ണനെ കണ്ടിട്ട് തുടങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ ഈ കല്യാണ ദിവസം ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാവാറുണ്ട്. മെയ് 25th എല്ലാ വർഷവും ഒരുപാട് മുഹൂർത്തമുള്ള ഒരു ദിവസമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ നമ്മൾ മെയ് 25-ന് ഗുരുവായൂരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്ന് അവിടെ ഭയങ്കര കല്യാണങ്ങളായിരുന്നു. ഇവിടെ അതുപോലെ കല്യാണം, അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതു, പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകണം. എൻ്റെ കണ്ണിന് എന്തോ ചെറിയൊരു ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് ഇറിറ്റേഷൻസും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും കണ്ണനെ കണ്ടാണ് നമ്മുടെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് ഞാൻ എൻ്റെ ഒരു സാരി വെട്ടി തയ്ച്ച് ഒരു പട്ടുപാവാടയും ബ്ലൗസായിരുന്നു. ആക്ച്വലി ഞാൻ ഇതിൻ്റെ കാര്യമൊക്കെ നമ്മുടെ ലൈവിൽ പറയായിരുന്നു. ഇതിൻ്റെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മഴയൊക്കെ കാരണം ആകെപ്പാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നതിന് ശേഷം എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് തരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആക്ച്വലി നമ്മൾ തമ്മിലൊരു സർപ്രൈസ് അത് നടക്കില്ല. കാരണം ചേട്ടൻ എന്ത് ഓർഡർ ചെയ്താലും ഞാനത് കാണും. പക്ഷേ ഈ വട്ടം ചേട്ടൻ ഈ ഗിഫ്റ്റ് ഓർഡർ ചെയ്യുന്നത് സത്യമായിട്ടും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മയും ചേട്ടനും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എന്തിനാ ഫ്ലിപ്കാർട്ട് എന്താ ഓർഡർ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോൾ ദേ എനിക്ക് ഓർഡർ ചെയ്ത ഗിഫ്റ്റായിരുന്നു ഇത്. ഫസ്റ്റ് ടൈമാണ് ചേട്ടൻ്റെ ഒരു സർപ്രൈസ് വർക്കൗട്ട് ആവുന്നത്. ആക്ച്വലി എനിക്ക് നല്ലതായിട്ട് വിഷമമായി കേട്ടോ. കാരണം എനിക്ക് തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസ്ഡ് ആയി കാശൊക്കെ കിട്ടിയിട്ട് വേണം ഇനി നമുക്ക് ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ്റെ ബർത്ത്ഡേക്കെങ്കിലും ചേട്ടന് ഒരു അടിപൊളി ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ ഭയങ്കര കാര്യമായിട്ട് അൺബോക്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ഇതായി കുറേ ഇയറിങ്സ് ആയിരുന്നു. അടിപൊളി ഇയറിങ്സ് ആട്ടോ എല്ലാം. ഞാൻ ഓരോന്നോരോന്ന് എന്തായാലും ഇട്ട് ഓരോരോ ഡ്രസ്സിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇതിനെല്ലാം മാച്ചിങ് ഡ്രസ്സ് വാങ്ങിച്ചണം. അപ്പോൾ ചേട്ടൻ വിചാരിച്ചു, ഓ ഓക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് പൊട്ടിക്കുകയാണ്. എനിക്ക് ആകെ കൂടെ ഭയങ്കര ഒരു വെപ്രാളായിപ്പോയി. ഓവർ എക്സൈറ്റ്മെൻറ്റ് കാരണമാണ് ഈ പൊട്ടിക്കുന്നത്. പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, തുറക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അത്രയ്ക്ക് ഓവർ എക്സൈറ്റ്മെൻ്റ് ആണ്. അങ്ങനെ പൊട്ടിച്ചൊക്കെ നോക്കുകയാണ്. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സർപ്രൈസ് വർക്കൗട്ട് ആവാതെ എനിക്ക് ചിലപ്പോൾ ഒരു മുൻവിധി കാണും. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ ഫ്ലിപ്കാർട്ടൊക്കെ തപ്പുന്നതാണ്. പക്ഷേ ഈ വട്ടം ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല, ചോദിക്കാനും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഓൾറെഡി വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ ഗിഫ്റ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഒരു പെർഫ്യൂമും ഇതുപോലൊരു ചെയിനും ആയിരുന്നു ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറയാണ്, അടിപൊളി മോനെ എന്നൊക്കെയാണ് ഈ പറയുന്നത്. ആക്ച്വലി എനിക്കിതിൻ്റെ വോയിസ് ഇടണം എന്നുണ്ട്. പക്ഷേ ഫാനിൻ്റെ സൗണ്ട് കാരണം ബാക്ക്ഗ്രൗണ്ട് വോയിസ് അത്ര ക്ലിയർ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ വോയിസ് അങ്ങനെ ഇടാത്തത് കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടനോടുള്ള സന്തോഷ പ്രകടനമൊക്കെ കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയി. കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പോയിട്ട് വന്ന് നമ്മൾ പ്ലാൻ ഇട്ടായിരുന്നു ഇന്നലെ നമുക്ക് വീട്ടിൽ പോകാമെന്ന്. ഇവിടെ നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സുഖം ഉണ്ടാവില്ല. 3 പേരൊക്കെ മാത്രമാകുമ്പം എന്തോ ഒരു വല്ലാത്ത ഫീൽ അല്ലേ? നമുക്ക് പെട്ടെന്ന് ഒരു സെലിബ്രേഷൻ മൂഡൊന്നും വരില്ല. അപ്പം നമ്മൾ കരുതി വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഈ ഡ്രസ്സ് നമ്മൾ ട്രെൻഡ്സിന്ന് വാങ്ങിച്ചില്ല. റിലയൻസ് മാളിൽ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാർ ഉണ്ടല്ലോ, അവിടുന്ന് ഞാൻ എടുത്തൊരു ടോപ്പായിരുന്നു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കരുതി ഇതിടാം. ഇത് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത മാലയും ഞാൻ അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. ചേട്ടന് നമ്മളെ സ്റ്റുഡിയോന്ന് എടുത്ത ഷർട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി ഇന്നലെ നമ്മൾ അമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അമ്മേ നമ്മൾ വരും, അമ്മ ഫുഡൊക്കെ സെറ്റാക്കണം, സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, നോർമലി ഉള്ള ഫുഡൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയോടെല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കേക്ക് വാങ്ങിക്കണമായിരുന്നു. കേക്കും ലാസ്റ്റ് ടൈമാണ് നമ്മൾ ചെന്ന് പറഞ്ഞത്. അങ്ങനെ കേക്കും കൂടി വാങ്ങിച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അമ്പലപ്പുഴയിൽ തന്നെയുള്ള കേക്ക് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാട്ടോ. എപ്പോഴും നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് കേക്ക് വാങ്ങിക്കുന്നത് ക്യൂട്ടി പൈ നിന്നാണോ, ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. എനിക്കൊരു ബെൻറ്റോ കേക്ക് വാങ്ങിക്കണം എന്നായിരുന്നു വിചാരം. കാരണം ഞാൻ കരുതി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാം, നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയ കേക്ക് മതി.
എന്നൊരു ക്യൂട്ട് കേക്ക് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ബെൻറ്റോ കേക്ക് ആയിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ വീട്ടിൽ പോകുന്ന പ്ലാൻ ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഒരു 1 kg കേക്ക് എടുത്തത്. അങ്ങനെ ദാ നമ്മൾ വീട്ടിലെത്തി. ഇത് നമ്മുടെ ഗുലുവിൻ്റെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം അമ്മ അവിടെ ഓൾറെഡി നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതെൻ്റെ ചേച്ചിയുടെ ഒരേ ഒരു മോനാട്ടോ. ആള് പുതിയ കുടയൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി ഫുഡ് കഴിച്ചു. ലാസ്റ്റ് ഞാനും ചേട്ടനും അമ്മയും കൂടെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ വെക്കുന്ന ഫുഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ എന്ത് സംഭവങ്ങളെക്കാട്ടിലും എനിക്ക് ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത് എൻ്റെ അമ്മയുടെ ഫുഡാട്ടോ. അത് പ്രത്യേകിച്ച് ഒന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയുടെ ഫുഡാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ അടുത്ത് തന്നെ വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കാൻ പോവാണ്. അമ്മൂമ്മയുണ്ട് അവിടെ, അച്ഛനുണ്ട്. അവരൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഗുല്ലു ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ അപ്പുറത്തെ ഫഹദിക്കയായിരുന്നു. ഫഹദിക്കൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചോറും എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ പയറ് മെഴുക്ക് പുരട്ടി, ചേട്ടന് കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ പുളിശ്ശേരി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടായിരുന്നു, മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു, മങ്കട മീൻ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഫോർ ചേട്ടനാട്ടോ. ചേട്ടൻ്റെ ഫേവറേറ്റ് ആണ് ഈ അവിയൽ, ബീറ്റ്റൂട്ട് തോരൻ, മാങ്ങ ചമ്മന്തിയൊക്കെ. ഈ മങ്കട ഞാൻ പൊതുവെ കഴിക്കൽ നിർത്തിയതായിരുന്നു. കാരണം ഈ മങ്കടയുടെ മുള്ളായിരുന്നു എൻ്റെ തൊണ്ടയിൽ കുടുങ്ങിയത്. അപ്പോൾ എനിക്ക് വണ്ടാനം ഹോസ്പിറ്റലൊക്കെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ മങ്കട പരിപാടിയെ നിർത്തിയതാണ്. പക്ഷേ അമ്മ പറഞ്ഞു അമ്മ അടുത്തേക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മങ്കട കുറച്ച് കഴിച്ചു ഗൈസ്. അങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ. എനിക്ക് നോർമലി ബിരിയാണിയോടൊന്നും വലിയ താല്പര്യമില്ല. ചേട്ടനും അതെ. ചേട്ടനും വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ തലേദിവസമേ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അമ്മ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. നമ്മൾ കേക്ക് മുറിക്കാൻ വൈകിയത് ചിറ്റ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിറ്റയെ വെയിറ്റ് ചെയ്താണ് നമ്മൾ നിന്നത്. മഴ എന്തായാലും അന്നേ ദിവസം ഒരുപാട് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. തലേദിവസമൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. പ്ലാനൊക്കെ ഇടയ്ക്ക് വെച്ച് നിൽക്കുമെന്ന് വെച്ച് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ രാത്രിയിലാണ് അമ്മയെ വിളിച്ച് പറഞ്ഞത് തന്നെ. കാരണം മഴ കാരണം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു 24th ഇവിടെ. പക്ഷെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം അത്രയ്ക്ക് മഴ പെയ്തില്ല. എങ്കിലും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കാൻ നേരത്ത് അമ്മ പറഞ്ഞു വീഡിയോ എടുക്കണ്ട, അമ്മ കുളിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തു. ഇത് ആർട്ടും അമ്മ ആർട്ടിസ്റ്റും ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യൽ ഫാൻസിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഗൈസ് കാര്യങ്ങൾ. ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ. ചേട്ടാ ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയും കഴിക്കുന്നുണ്ട്. പിന്നെ ദാ അമ്മയും കഴിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം നമ്മുടെ വീട്ടിലോട്ട് വിളിച്ചതാണ്. പക്ഷേ എല്ലാവർക്കും കൂടെ വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് വരാഞ്ഞത്. മഴയൊക്കെ കാരണം ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ അങ്ങോട്ട് പോയത്. നമ്മൾ 3 പേരുടെ മാത്രം ഒരു രസമില്ല. അങ്ങനെ ദാ ഫുഡൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ച് നേരം ദാ അച്ഛനും ഒക്കെ ആയിട്ട് ഞങ്ങൾ വെളിയിലിരുന്ന് വർത്താനം പറഞ്ഞപ്പം ചെറിയ രീതിയിലുള്ള മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങിയ മഴ പിന്നീട് നന്നായി പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ. മഴ പെയ്യുമ്പം എല്ലാ വീടുകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. തുണിയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ മഴ അത്യാവശ്യം നല്ലതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചിറ്റ റാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങാൻ നോക്കിയപ്പോഴാണ് ഗൈസ് എൻ്റെ പൊട്ട് എവിടെയോ മിസ്സായത്. പിന്നെ കരുതി പൊട്ടൊന്നും വേണ്ട, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ആരുമില്ല. അവസാനം ചേട്ടൻ എവിടെയോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു ഫോൺ. ബാലചേട്ടനും എന്താ വീഡിയോ കോളിലുള്ളത് കൊണ്ട് ചിറ്റിക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ല. അങ്ങനെ ഫോട്ടോസ് ഒന്നും വലുതായിട്ട് കിട്ടിയിട്ടില്ല. ആ ഫോട്ടോ എനിക്ക് സ്പെഷ്യലായിട്ട് എടുത്തരാമെന്ന് എൻ്റെ കസിൻ വാക്ക് തന്നിട്ടുണ്ട്. കയ്യില് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോസ് നമുക്ക് പിന്നീട് ഇടാം. അങ്ങനെ ദാ നമ്മൾ ഇത്രയും പേരും ഉണ്ടായിരുന്നു. ചിറ്റയുണ്ട് ബിഹൈൻഡ് ദ ക്യാമറ. ചിറ്റ ദാ ബാലചേട്ടനെ വീഡിയോ കോൾ ചെയ്യാണ്. അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചു. ഹാപ്പി ആയിട്ട് കേക്ക് മുറിച്ചു. ലാസ്റ്റ് ടൈം നമ്മൾ കേക്കൊന്നും മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അതിരപ്പള്ളി ഗുരുവായൂരൊക്കെ സ്നോ സ്റ്റോം ഒക്കെ ട്രിപ്പിലായിരുന്നു. അതിന് മുമ്പത്തെ വർഷം നമ്മൾ ഫാമിലി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയും നമ്മൾ ഫാമിലി ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഈ കൂട്ടത്തിൽ മിസ് ചെയ്യുന്ന ഫാക്ടർ ചേട്ടൻ്റെ അച്ഛനാട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം ഫാമിലി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തപ്പം അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛന് വയ്യാതാണെങ്കിലും ഇവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ.
പിന്നെന്താ, പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ ഫാക്ടറാണ് ദോ നിക്കുന്നത്, നടുക്ക് നിക്കുന്നത് ഗുല്ലു. ഗുല്ലു എന്നാട്ടോ അവൻ്റെ പേര്. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ ഈ കേക്ക് ചക്കയുടെ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചക്ക കേക്കാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അല്ല, ഇത് വാനില ആയിരുന്നു. ചേട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലേവർ വാനില. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, കേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞൊരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞു സന്തോഷം. കേക്കൊക്കെ കട്ട് ചെയ്ത് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമുക്കൊന്ന് ജംഗ്ഷനിൽ പോകണമായിരുന്നു കുറച്ച് സാധനം വാങ്ങിക്കാൻ. അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് വെഡിങ് ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെലിബ്രേഷൻ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ്. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഗായ്സ്, നമുക്ക് 7000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒപ്പം എൻ്റെയും അമ്പാടിയുടെയും സ്നേഹവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.